ഇപ്പോൾ ജാതകത്തിലെ പ്രേതബാധ, ജീവിതത്തിലെ പ്രേതബാധ, ഈ ഒരു എനർജി എങ്ങനെ അറ്റാച്ച് ചെയ്യുന്നു എന്നൊരു ശാസ്ത്രീയ തലത്തിലും കൂടി നമുക്ക് ചിന്തിക്കേണ്ടേ. ഇപ്പം പൊതുവേ ഇത് ഒരു വിശ്വാസ തലത്തിൽ പോവുകയാണ്. അതിനെ ഉൾക്കൊള്ളാൻ കഴിയാത്തവർ പറയും ഇത് ഒരു അന്ധവിശ്വാസമായിട്ടുള്ളൊരു സിസ്റ്റം. ഭൂമിയിൽ, അതായത് പ്രകൃതിയിൽ, പ്രപഞ്ചത്തിൽ 5 ഭൂതങ്ങൾ ശരീരത്തിലേക്കും പഞ്ചഭൂത നിർമ്മിതമാണ്. ശരീരത്തിൽ വരുമ്പോഴും 5 ഇന്ദ്രിയങ്ങളെ അത് കണക്ട് ചെയ്യുന്നുണ്ട്. എപ്പോഴും ഏതൊരു സാഹചര്യത്തിലും പ്രേത സാന്നിധ്യങ്ങൾ നമ്മളോടൊപ്പം ഉണ്ടാകില്ല. 2, ഈ പ്രേത സാന്നിധ്യങ്ങൾ നമ്മളോടൊപ്പം ഉണ്ടാകണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ പ്രേതബാധയും ജാതകവും. ശ്രീയാൻജി, അബാക്കിലേക്ക് സ്വാഗതം. ഈ പ്രേതബാധ എന്ന് പറയുന്ന സമയത്ത് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒരു ഭയപ്പാടുണ്ടാക്കുന്ന സംഭവമാണ്. അതെ. അപ്പോൾ ജാതകപരമായിട്ട് അല്ലെങ്കിൽ നമ്മൾ മാനസികപരമായിട്ട് തളർന്നിരിക്കുന്ന സമയങ്ങളിൽ നമ്മളൊരു ദൈവജ്ഞനെ കാണാൻ പോകുന്നു. നല്ല സമയമാണെങ്കിൽ നല്ല ജ്യോതിഷൻ്റെ അടുത്തെത്തും, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജ്യോതിഷൻ്റെ അടുത്തെത്തും. ജാതകം നോക്കിയ ശേഷം അദ്ദേഹം പ്രശ്ന മാർഗേണ പറയുന്നു, നിങ്ങളുടെ ജാതകത്തിൽ ഒരു പ്രേതബാധയുണ്ട് എന്ന് പറയുന്നു. ചിലർ നല്ല ചാർത്ത് കൊടുക്കാം, ചിലർ ചാർത്ത് കൊടുക്കാതിരിക്കാം. പക്ഷേ അതിൻ്റെ എഫക്റ്റീവ് സൊല്യൂഷൻ, ഇങ്ങനൊരു പ്രേതബാധ ഉണ്ട് എന്ന് എങ്ങനെ അറിയാൻ പറ്റും, ഒന്ന് വിശദീകരിക്കാമോ? തീർച്ചയായിട്ടും. ആദ്യം തന്നെ ഇതിൽ ഏറ്റവും കൂടുതലും കോൺട്രവേഴ്സി ഉണ്ട്. അതുപോലെ തന്നെ വിശ്വസിക്കണോ വിശ്വസിക്കണ്ടായോ എന്നൊക്കെയുള്ളവന്. പിന്നെ ഇത് മാത്രമല്ല, ധാരാളം അപവാദങ്ങളും ഉള്ളൊരു ഭാഗമാണ്. അപവാദം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റൊരാളുടെ വാദം എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ചും പറഞ്ഞു കഴിഞ്ഞാൽ മതങ്ങൾ ഇതിന് പല വിധത്തിലാണ്. ഇപ്പോൾ ജാതകത്തിലെ പ്രേതബാധ, ജീവിതത്തിലെ പ്രേതബാധ. എനിക്ക് കുറച്ചും കൂടി ഈ പ്രേതബാധയെക്കുറിച്ച് പറയുമ്പം പ്രായോഗിക തലത്തിൽ നമുക്ക് പ്രയോഗിക്കാൻ പറ്റുന്നത് ജീവിതത്തിലെ പ്രേതബാധയായിരിക്കും, ജീവിത സാഹചര്യങ്ങളിൽ. എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ ഈ പ്രേതത്തിൻ്റെ ടോട്ടൽ എന്താ പറയുക, കൊട്ടേഷൻ ഏറ്റെടുത്തിരിക്കുന്നത് നമ്മുടെ ജ്യോതിശാസ്ത്രത്തിലെ ഗ്രഹങ്ങളിലേക്ക് വരുമ്പോൾ ഗുളികൻ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ മാന്തി എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രഹത്തെയാണ്. ഈ 9 ഗ്രഹങ്ങളിൽ വിശേഷിച്ച് നമുക്ക് കേരളത്തിലേക്ക് വരുമ്പം അതിനകത്ത് ഗുളികൻ എന്ന് പറയുന്ന ഒരു സിസ്റ്റം. എന്നാൽ ഗുളികൻ എന്ന് പറയുന്ന ഒരു കോല സമ്പ്രദായം അങ്ങ് വടക്കൻ ദേശത്തൊക്കെ ഉണ്ട്. അതും ഈ ഗുളികനും തമ്മിൽ ബന്ധമൊന്നുമില്ല. അപ്പോൾ ഈ മാന്തിയെ കൊണ്ട് പലരും ജാതകത്തിൽ കണ്ടിട്ട് പറയുമ്പം ലഗ്നത്തിൽ ഗുളികൻ നിൽക്കുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് നിങ്ങളോടൊപ്പം ഒരു പ്രേത സാന്നിധ്യം ഉണ്ടാകും. നോക്കൂ, നമ്മൾ ജനിച്ച് നിൽക്കുന്ന സമയം മുതൽ മരിക്കുന്ന കാലയളവ് വരെയുള്ള ആ ഒരു ദൈർഘ്യ കാലഘട്ടത്തിൽ പലപ്പോഴും എപ്പോഴും ഏതൊരു സാഹചര്യത്തിലും പ്രേത സാന്നിധ്യങ്ങൾ നമ്മളോടൊപ്പം ഉണ്ടാകില്ല. 2, ഈ പ്രേത സാന്നിധ്യങ്ങൾ നമ്മളോടൊപ്പം ഉണ്ടാകണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളുടെ ശരീരത്തിൻ്റെ ഓറ എന്ന് പറയുന്ന, അല്ലെങ്കിൽ അതിനെ കുറച്ചും കൂടി ശാസ്ത്രീയ വശത്തിലേക്കൊക്കെ പറയാം ഞാൻ, ആ ഓറ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലുള്ള എനർജി ഫീൽഡിനൊരു ബ്രേക്ക് ഉണ്ടാകണം. അപ്പം ഈ പ്രേതബാധ എന്ന് പറയുന്നതും ഒരു പർട്ടിക്കുലർ എനർജി ഫീൽഡാണ്, ഒരു ഓറയിലുള്ളതാണ്. അപ്പോൾ ഇത് രണ്ടും എങ്ങനെയാണ് ഒരു വ്യക്തിയിലേക്ക് വരുന്നത്? ഇപ്പം ഇങ്ങനെ ഒരു ചിന്താഗതികൾ ഇതിനകത്ത് ആദ്യം കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഇപ്പം ജാതകത്തിൽ ലഗ്നത്തിൽ ഗുളികൻ നിൽക്കുന്നത് കൊണ്ട് പല മതങ്ങൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളോടൊപ്പം പ്രേതം എപ്പോഴും ഉണ്ടാകും എന്ന് പറയുന്നവരുണ്ട്. അതേപോലെ തന്നെ ഈ ഗുളികൻ നിങ്ങൾക്ക് വളരെയേറെ എന്താ പറയുക, പ്രശസ്തി കൊണ്ട് നൽകും. ലഗ്നത്തിൽ ഗുളികൻ നിൽക്കുന്നവർ വളരെയേറെ പ്രശസ്തി നൽകുമെന്ന് കഴിഞ്ഞ ദിവസം എൻ്റെ ക്ലാസ്സിൽ, ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ക്ലാസ് നടക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു സീനിയറായിട്ടുള്ള ഒരു അദ്ദേഹം ഒരു മീഡിയ ഫീൽഡിലൊക്കെ ഉണ്ടായിരുന്നതാണ്. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, സാറേ അതിങ്ങനെ ഗുളികൻ ലഗ്നത്തിലുണ്ട്, താങ്കളുടെ ലഗ്നത്തിലും ഗുളികനുണ്ട്, എനിക്കും ഗുളികനുണ്ട്, താങ്കളും വേൾഡ് റെക്കോർഡിന് അംഗീകാരം കിട്ടി, എനിക്കും ഇതുപോലെ ഒരു അംഗീകാരം ജേർണലിസത്തിനകത്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു സന്തോഷം, അതപ്പോൾ ആ ഗുളികൻ്റെ ഒരു പ്രസക്തി അല്ലേ എന്ന് ചോദിച്ചു. അപ്പം തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു, ഗുളികൻ്റെ പ്രസക്തി നമ്മൾ അങ്ങനെയാണെങ്കിൽ കേരളത്തിലുള്ളവർക്ക് മാത്രം പ്രധാനിക്കണം. ഈ ഗുളികൻ വരുന്നതിന് മുമ്പാണെങ്കിൽ പോലും ഈ 9 ഗ്രഹങ്ങളും ഉണ്ടായിരുന്നല്ലോ. അപ്പം ഒരു പ്രേതം എന്ന് പറയുന്ന ഒരു എനർജി എന്താണ് എന്നിവിടെ ചിന്തിക്കണം. അപ്പോൾ ഒരിക്കലും അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം പ്രശസ്തിയോ അല്ലെങ്കിൽ ഒരു പ്രേത സാന്നിധ്യം അറ്റാച്ച്ഡ് ആവണമെന്നോ നിർബന്ധമില്ല. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഈ ഒരു എനർജി എങ്ങനെ അറ്റാച്ച് ചെയ്യുന്നു എന്നൊരു ശാസ്ത്രീയ തലത്തിലും കൂടി നമുക്ക് ചിന്തിക്കേണ്ടേ. ഇപ്പം പൊതുവേ ഇത് ഒരു വിശ്വാസ തലത്തിൽ പോവുകയാണ്. അതിനെ ഉൾക്കൊള്ളാൻ കഴിയാത്തവർ പറയും ഇത് ഒരു അന്ധവിശ്വാസമായിട്ടുള്ളൊരു സിസ്റ്റം. പക്ഷേ ഇത് വിശ്വാസ തലത്തിലേക്കൊക്കെ വരുമ്പം ഇതിങ്ങനെയാണ് എന്നങ്ങ് വിശ്വസിച്ച് പോവുകയാണ്. അതിനൊരു ക്ലാരിറ്റി ഇല്ല. നമുക്ക് ആ ഒരു ക്ലാരിറ്റിയിലേക്ക് വരുമ്പം ഈ ജ്യോതിഷമായിക്കോട്ടെ, ഈ യൂണിവേഴ്സ് ആയിക്കോട്ടെ, ഇതിൻ്റെ ഒരു നിർമ്മിതിക്ക്
5 എലമെൻറ്റ്സ് ഉണ്ട്, നമുക്ക് പഞ്ചഭൂതങ്ങളുണ്ട് എന്ന് പറയുന്നുണ്ട്. പഞ്ചഭൂതങ്ങളിൽ നിർമ്മിതമാണ് ഈ പ്രകൃതിയിൽ കാണപ്പെടുന്നതെല്ലാം. അപ്പോൾ ഈ കാണപ്പെടുന്നതെല്ലാം പഞ്ചഭൂത നിർമ്മിതങ്ങളാണെങ്കിൽ ഇത് ഹ്യൂമൻ ബോഡിയിലേക്ക് വരുമ്പം ഇത് 5 ഇന്ദ്രിയങ്ങളായിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ടാവും. അത് ഭൂമിയിൽ, അതായത് പ്രകൃതിയിൽ, പ്രപഞ്ചത്തിൽ 5 ഭൂതങ്ങൾ ശരീരത്തിലേക്കും പഞ്ചഭൂത നിർമ്മിതമാണ്. ശരീരത്തിൽ വരുമ്പോഴും 5 ഇന്ദ്രിയങ്ങളെ അത് കണക്ട് ചെയ്യുന്നുണ്ട്. ഇത് ജീവനോടിരിക്കുന്ന ശരീരത്തിലേക്ക് പോകുമ്പോൾ അതിന് 5 മുഖ്യ പ്രാണന്മാരും കണക്റ്റഡ് ആണ്. സോ 3 തലങ്ങളാണ് ഇതിലുള്ളത്. ജ്യോതിശാസ്ത്രത്തിലും നമുക്ക് ത്രികോണം എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അതെ, 1-ാം ഭാവം, 5-ാം ഭാവം, 9-ാം ഭാവം. ഇത് മാക്സിമം പഠിക്കുന്നിടത്തും പഠിപ്പിക്കുന്നിടത്തും 1, 5, 9 എന്ന് മാത്രമേ പറയുള്ളൂ. അടിസ്ഥാനപരമായിട്ട് എന്താണ് ത്രികോണം? അപ്പം ഈ ഒരു ഭൂത കൺസെപ്റ്റുകളിൽ കണക്ട് ചെയ്യുമ്പം സ്ഥൂലം, സൂക്ഷ്മം, കാരണം എന്ന് 3 ശരീരത്തിൻ്റെ കണക്ടിവിറ്റിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ 3 കണക്ടിവിറ്റി എപ്പോഴും ഉണ്ടാകുമ്പോൾ, ഇതൊരു ട്രയാങ്കിളാണ്, അത് ഈ 3 കണക്ടിവിറ്റി എപ്പോഴും നിലനിൽക്കുമ്പോൾ അത് ലൈവാണ്. ഇനി ഉദാഹരണത്തിലേക്ക് വരാം. ഇപ്പം ഇതിങ്ങനെ ഒരു ട്രയാങ്കിൾ കൺസെപ്റ്റ്, ഏറ്റവും മുകളിൽ നമുക്ക് കാരണത്തെ കണക്ട് ചെയ്യാം, ഈ ഒരു നോട്ടിൽ സ്ഥൂലത്തെ കണക്ട് ചെയ്യാം, ഇവിടുത്തെ നോട്ടിൽ സൂക്ഷ്മത്തെയും കണക്ട് ചെയ്യാം. നോക്കൂ, കാരണത്തിൽ നിന്നും അത് സ്ഥൂലത്തിലേക്ക് കണക്ട് ചെയ്തു സൂക്ഷ്മവുമായിട്ട് വരുമ്പോൾ ഇത് 3ഉം കണക്റ്റഡ് ആണെങ്കിൽ ആൾ ലൈവാണ്. അതെ. അപ്പോൾ സൂക്ഷ്മം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ്, നമ്മുടെ വാസനകളാണ്. സ്ഥൂലം എന്ന് പറയുന്നത് ഫിസിക്കൽ ബോഡിയാണ്, ആക്ടിവിറ്റി, മെറ്റീരിയലിസ്റ്റിക് ആണ്. ഇനി കാരണം എന്ന് പറയുന്നതാണ് നമ്മൾ പറയുന്ന ആത്മചൈതന്യം അല്ലെ പരബ്രഹ്മം. സോ ദ കോസ് അവിടെയാണുള്ളത്. അപ്പോൾ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ, കാരണത്തിൽ നിന്നും സ്ഥൂലത്തിലും കാരണത്തിനും എപ്പോഴും കണക്ഷൻ ഉണ്ടാവും. സ്ഥൂലവും കാരണവും തമ്മിൽ, സൂക്ഷ്മവും കാരണവും തമ്മിൽ എപ്പോഴും കണക്ഷൻ ഉണ്ടാവും. ഏതെങ്കിലും ഒരു കണക്ഷൻ ഇതിനകത്ത് ഇല്ലാതെ പോകുമ്പോൾ പകരം, അതായത് കാരണം എപ്പോഴും കണക്റ്റഡ് ആയിരിക്കും, ഈ കാരണത്തിൻ്റെ കണക്ഷൻ സ്ഥൂലത്തിലേക്ക് ഇല്ലാതെ പോയാൽ അതിനർത്ഥം എന്തായി? ആള് പിന്നുണ്ടോ? കാരണത്തിൻ്റെ കണക്ഷൻ സൂക്ഷ്മത്തിലേക്ക് ഇല്ലാതെ പോയാലും ആളില്ല. എന്നാൽ സൂക്ഷ്മം എന്ന് പറയുന്ന കണക്ഷൻ സ്ഥൂലത്തിലേക്ക് ഇല്ലാതെ പോയാൽ ആൾ അബ്നോർമലാണ്, അല്ലെങ്കിൽ കോമ സ്റ്റേജാണ്. ഇവിടെയാണ് ഈ സൂക്ഷ്മം എന്ന് പറയുന്ന എനർജി ഇരിക്കുന്നിടത്താണ് പ്രേതത്തിൻ്റെ പണി നൽകുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ 3 ശരീരങ്ങളിലേക്കൊന്ന് വരാം. സ്ഥൂല ശരീരം ഫിസിക്കൽ ബോഡിയാണ്, കാരണം നമ്മളുടെ കോസാണ്. അതെ. അങ്ങനെയെങ്കിൽ സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നുണ്ട്. ഒരാൾ ജനിക്കുമ്പം ഇത് 3ഉം ചേർന്നിട്ടാണ് വരുന്നത്. മരണം സംഭവിക്കുമ്പം കാരണം റിട്ടേൺ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. സ്ഥൂലത്തെ ഏതെങ്കിലും ഒരു പഞ്ചഭൂതത്തിനോടൊപ്പം ലയിപ്പിക്കുക. അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് അഗ്നിയെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഇതെല്ലാം കഴിഞ്ഞാൽ അവിടെ അവശേഷിക്കുന്ന ഒരു സാധനമാണ് സൂക്ഷ്മം. അതിനെയാണ് നമുക്ക് എനർജി അല്ലെങ്കിൽ ഊർജം, അതൊരു ഓറയാണ്. ഇതിനെയാണ് നമ്മൾ ബിൽഡപ്പ് ചെയ്യേണ്ടത്. ഒന്ന് ആലോചിക്കുമ്പോൾ ഈ ഒരു എനർജിക്ക്, ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, 100 മുതൽ 130 വരെ ഫ്രീക്വൻസിയുള്ള ഒരു എ എന്ന് പറയുന്ന ഒരാളുടെ ജീവിച്ചിരിക്കുമ്പോൾ ഉണ്ടായിരുന്ന എനർജി, ഇയാൾ മരിച്ചു കഴിഞ്ഞാൽ ഇയാളുടെ ഈ എനർജി ഫീൽഡിന് മാറ്റം വല്ലതും വരാനുണ്ടോ? ഈ 100, 130 തന്നെയാണ്. ഒരു മൂന്നാമതൊരാൾ അവിടേക്ക് കടന്നു വരിക, അയാളുടെ ഒരു എനർജി ഫീൽഡ് എന്ന് പറയുന്നത് 90 മുതൽ 110 വരെയാണെന്ന് വിചാരിക്കും, ഒരു എക്സാമ്പിൾ. അപ്പം ഇൻ ബിറ്റ്വീൻ ഇയാൾക്ക് ഈ 90 മുതൽ 110 വരെ എന്ന് ചിന്തിക്കുന്ന ആളിൻ്റെ ഓറ ഫീൽഡ് ജീവിച്ചിരിക്കുന്ന സമയത്ത് ക്രാക്ക് ആയാൽ ഈ 90-നും 100-നും 100 മുതൽ 110-നകത്ത് നമുക്ക് ഒരു എനർജി, മറ്റേ ഓൾറെഡി മരിച്ചുപോയ ആളിൽ 100 മുതൽ മുകളിലോട്ടാണുള്ളത്. അപ്പം 100 മുതൽ 5 പോയിൻ്റ് അവിടെ ഉണ്ട്. 5-ഓ 10-ഓ നമുക്ക് ഈ 110-ൻ്റെ ഇടയിലുള്ള ഒരു 10% ഉണ്ടല്ലോ, അല്ലെ ആ ഒരു 10 ഫിഗർ, അത് ഇതിലേക്ക് മാച്ച് ആവോ ഇല്ലയോ? കണക്റ്റഡ് ആവാനുള്ള ചാൻസസ് കൂടുതൽ. എന്താണ്? സിമിലാരിറ്റീസ് ഉണ്ട്. ഒരു മലയാളി ഈ ലോകത്ത് എവിടെ ചെന്നാലും അവന് പ്രത്യേകിച്ച് മലയാളി എന്നൊരു ബോർഡ് ഇട്ടില്ലെങ്കിൽ പോലും മലയാളിയാണല്ലേ. പിന്നെ നമ്മളുടെ ഒരു പൊതു സ്വഭാവങ്ങളെ എടുത്തു നോക്കുമ്പോൾ അവനവന് തുല്യമായ ദുഃഖങ്ങളുള്ളവരിലേക്കായിരിക്കും ഏറ്റവും കൂടുതലും ആകൃഷ്ടരാകുന്നത്, സൗഹൃദ ബന്ധങ്ങൾ വരുന്നത്. സാമ്പത്തിക കാര്യത്തിൽ ഇതൊന്ന് മാറ്റിപ്പിടിച്ചു കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. കാരണം എല്ലാവരും അവനവനെ പോലെ ദുഃഖങ്ങളോ സാമ്പത്തിക പ്രശ്നങ്ങളോ ഉള്ള കൂടുതൽ സൗഹൃദങ്ങൾ നിലനിർത്തുകയും വലിയ സാമ്പത്തിക നിലയിലേക്ക് പോകുന്നവരോടുള്ള അറ്റാച്ച്മെൻറ്റ് കുറഞ്ഞ്, അവരുമായിട്ട് അറ്റാച്ച്മെൻറ്റ് പോകുന്നതല്ല, അവർ ഓട്ടോമാറ്റിക്കലി അവരുടെ സമയം നല്ലതാകുമ്പോൾ അവർ ഡിറ്റാച്ച്ഡായി പോകുന്നതാണ്.
അവരുമായിട്ടുള്ള സൗഹൃദം നിലനിർത്താൻ കഴിയാതിരിക്കുകയും ചെയ്യും. അപ്പം പറയുമ്പം ഞാനും അവനും വലിയ സൗഹൃദമൊക്കെയാണ്, ഞങ്ങൾ തമ്മിൽ കാണും വീണ്ടും, പക്ഷേ നല്ല അറ്റാച്ച്മെൻ്റ് ഇല്ല. അതായത് അവനവൻ്റെ ചിന്താധാരകൾ ഏതാണോ അതെന്തുകൊണ്ടുണ്ടാകുന്ന ആ വാസനാ സ്വഭാവത്തിൽ നിന്ന് തന്നെയാണ്. ആ സ്വഭാവത്തിന് അനുസൃതമായിട്ടായിരിക്കും അയാളിലേക്കുള്ള അട്രാക്ഷൻസ്.